തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാനിവിടെ 2024 അന്ന് അവിടെയായിരുന്നു ധ്യാനം നടന്നിരുന്നത്. ഒക്ടോബർ മാസത്തിൽ ധ്യാനത്തിനോട് കൂടിയായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ രണ്ടാമത്തെ മകൻ 23 വയസ്സുള്ള ആശിഷ് എന്ന് പറഞ്ഞ മകൻ കൂടിയാണ് വന്നത്. എൻ്റെ രണ്ടാമത്തെ മകന് ഡിസ്ക് ബൾജ് ചെയ്ത കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അവന് കുനിയാൻ പാടില്ല, ബാർ എടുക്കാൻ പാടില്ല, വേറെ ഒന്നും ചെയ്യാം, കളിക്കാനൊന്നും പാടില്ല. അപ്പോൾ ഡോക്ടർ MRI 23 വയസ്സ് ആശിഷ്. അപ്പം ഞങ്ങളിവിടെ വന്നന്ന് ബ്രദർ പുറത്ത് വെച്ചുകൊണ്ടപ്പോൾ ഞാൻ ബ്രദറോട് പറഞ്ഞു, ബ്രദർ എൻ്റെ മകന് ഇങ്ങനെ ഡിസ്കിന് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥന വേണം. ഇപ്പോൾ സാബ്രദർ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ ഡിസ്കിന് കംപ്ലൈൻറ്റ്, ആ ചെറുപ്പക്കാരനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവൻ അവിടെ ആൾത്താരയിലേക്ക് കയറി വന്നു. അപ്പോൾ അവൻ ബെൽറ്റ് ഇട്ടിട്ട് വരാറ്. ബെൽറ്റ് എന്ന സമയം അവൻ റൂമിൽ വെച്ചിരിക്കുകയായിരുന്നു, ഇരിക്കുന്നത് കൊണ്ട് ബെൽറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രദറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കുനിഞ്ഞേക്കാൻ പറഞ്ഞു. ബ്രദറോടൊക്കെ തട്ടിയിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അവനോട് ചോദിച്ചു ബെൽറ്റ് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ബെൽറ്റ് റൂമിലിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എടുത്തു വരാൻ പറഞ്ഞു. എടുത്തുകൊണ്ട് വന്നു. ബെൽറ്റ് എടുത്തുകൊണ്ട് വന്ന് ബ്രദർ ബെൽറ്റ് കൈ പിടിച്ചു. അവനോട് പ്രാർത്ഥന ഇവിടെ തട്ടി കുറച്ച് നേരം പ്രാർത്ഥിച്ചു പറഞ്ഞു. അങ്ങോട്ട് ഓടാൻ പറഞ്ഞു, ഓടി തിരിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യം ഓടി, കുനിയാൻ പറഞ്ഞു, കുമ്പിടാൻ പറഞ്ഞു, ചാടാൻ പറഞ്ഞു, ചാടിയൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് അവന് ആ ബെൽറ്റ് അവൻ തിരിച്ചു ചോദിച്ചു, ബ്രദർ എനിക്ക് ബെൽറ്റ് തരാൻ പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു, നിനക്ക് ബെൽറ്റ് വേണ്ട, നീ ബെൽറ്റ് ഉപയോഗിക്കണ്ട, നിനക്ക് ഒരു പ്രശ്നം, ഇനി ആ വേദന വരില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ 2 വർഷമായിട്ട് അവൻ ആ വേദന പിന്നെ വന്നിട്ടില്ല. ഒരു സാക്ഷ്യം കൂടി പറയാനുണ്ട്. അങ്ങനെ അവന് തൃശ്ശൂർ ഒരു ജീപ്പ് കാറിൻ്റെ ഷോറൂമിലെ ജോലിയായിരുന്നു. അവൻ സ്പെയർ പാർട്സിൽ. അപ്പോൾ ആ സമയത്ത് ആ കമ്പനി കത്തിപ്പോയി, ജോലി നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളിവിടുന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ബ്രദറെ ഇവൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു, നീ ഇപ്പോൾ ചെയ്യുന്നേക്കാൾ നല്ലൊരു ജോലി നിനക്ക് 31 ദിവസം കഴിയുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സങ്കീർത്തനം, അതെനിക്ക് ഓർമ്മയില്ല, അവനോട് 31 ദിവസം നീ ആ സങ്കീർത്തനം വായിക്കുക, കഴിയുമെങ്കിൽ 30 ദിവസം പള്ളിയിൽ പോകാം, കുർബാന കാണാൻ പറഞ്ഞു. അവൻ അതുപോലെ ചെയ്തു. 31-ാം ദിവസം അവൻ ഒമാനിലേക്ക് ജോലിക്ക് പോയി. ഇപ്പോൾ 2 വർഷമായിട്ട് ഒമാനിലാണ്. 1 വർഷം ലീവിനൊന്ന് പോയി, ഇനി അടുത്ത ജൂണിൽ വരും. അപ്പോൾ ആള് ഇവിടെ സാക്ഷ്യം ഒരാൾ വരും. ഹല്ലേലൂയ. ഉണ്ടോ ഈ പിതാവ് തൻ്റെ മകന് കിട്ടിയ അത്ഭുത സൗഖ്യം ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. വലിയൊരു അനുഗ്രഹമാണ്. ഉറപ്പാണ് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും എല്ലാ മേഖലകളിലും സൗഖ്യം നൽകും. ജോലിയില്ലാത്തവർക്ക് ജോലി, അല്ല വീടില്ല, ഓരോ വിഷമമുണ്ട്, അല്ല സ്ഥലം വിൽക്കണം, എല്ലാ കാര്യത്തിലും കർത്താവ് ഇടപെടും.